ഹായ് ഓൾ, ഇതാ നമ്മൾ ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ ഒരു വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ന്യൂ ഇയർ പ്രമാണിച്ച് അവധിയുള്ളത് കൊണ്ട് ഞാൻ കുട്ടികളുമായിട്ട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ വന്നതാണ്. ഇവിടെ നോക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ബാസ്കറ്റ് ബോൾ, അതേപോലെ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോർട്ട് തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇത് കണ്ടോ, ഇതുപോലത്തെ ചെറിയ കുട്ടികൾക്ക്, അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സേഫറായിട്ടുള്ള കളി സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ നമ്മളൊരു ദിവസം വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു 12 മണി മുതൽ നമ്മൾക്ക് ഈ കുട്ടികളുമായിട്ട് ഈ ഒരു സ്ഥലത്ത് ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു അവസരമാണ്. ഇവിടെ കുട്ടികൾ നന്നായിട്ട് എക്സ്പ്ലോർ ആവും. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അതേപോലെ നമ്മൾ കയറി വരുമ്പം തന്നെ അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത്. കുട്ടികളുടെ ഒരു ഏരിയയാണ്, എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയയാണിത്. നമ്മൾ റെസ്റ്റോറൻറ്റും കയറി വരുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. റെസ്റ്റോറൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ കുട്ടികളുടെ പ്ലേ ഏരിയ, സ്വിമ്മിംഗ് പൂൾ, ജിം സെക്ഷൻ, സൈക്ലിംഗ് ഏരിയ, ഈ ഒരു ഏരിയകളൊക്കെ നമുക്ക് ഇനിയും കാണാവുന്നതാണ്. ഇത് നമ്മൾ നോക്ക്, ഇത് കണ്ടോ, കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാനൊരു ലേഡി ഉണ്ട് അവിടെ. അപ്പം എപ്പോഴും അവരുടെ കണ്ണുകൾ എപ്പോഴും ഉണ്ട് കൂടെ. പിന്നെ നമുക്ക് മാജിക്കിൻ്റെ ഒരു പ്ലേസ് ഉണ്ട്, അതായത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു മാജിക്ക് നടത്തുന്നൊരു പ്ലേസ് ഉണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്ത് ബർത്ത്ഡേ പാർട്ടീസൊക്കെ ഈവനിങ്ങിൽ നടത്താറുണ്ട് ഈ ഒരു ഗ്രൗണ്ട് ഏരിയയിൽ. അതേപോലെ തന്നെ ഇത് കണ്ടോ, കുഞ്ഞു കുട്ടികളുടെ സേഫായിട്ടുള്ള കളി സാധനങ്ങളാണുള്ളത്. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ, അഡൽട്ട്സിനും എല്ലാം ജിമ്മും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മാജിക് സ്റ്റേജ്. ഇവിടെ ഏത് സമയവും ഒരു മജീഷ്യൻ ഉണ്ടാവും. അദ്ദേഹം എപ്പോഴും തന്നെ മാജിക്ക് കാണിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മളുടെ കുട്ടികളുടെ സൈക്ലിംഗ് ഏരിയയാണ്. ഈ സൈക്ലിംഗ് ഏരിയയിൽ വന്നാൽ കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു സ്പേസാണ് ഈ ഒരു സൈക്ലിംഗ് ഏരിയ എന്ന് പറയുന്നത്. സൈക്കിൾ ആൻഡ് സ്കൂട്ടർ, ചെറിയ കാറും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടതിൽ എനിക്ക് പ്രത്യേകമായിട്ടും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ട്രാഫിക് റൂൾസും ഇവർ വെച്ചിട്ടുണ്ട്. അതായത് ട്രാഫിക് പോസ്റ്റുകൾ വെച്ചിട്ടുണ്ട്, ട്രാഫിക് ലൈറ്റിൻ്റെ പോസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിഗ്നൽ അനുസരിച്ച് കുട്ടികൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു സംഭവം, അതായത് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനും വൺ വേ സിസ്റ്റം ഫോളോ ചെയ്യാനും ട്രാഫിക് റൂൾസൊക്കെ പഠിക്കാനും കിട്ടുന്ന ഒരു അവസരമാണ് ഇത്. ഈവനിങ് ടൈമിൽ നല്ലതായിട്ട്, ഞങ്ങൾ ഉച്ച സമയത്ത് ഒരു 12 മണിക്ക് പോയത് കൊണ്ടാണ് വലിയ തിരക്കില്ലാഞ്ഞത്. 12 to ഈവനിങ് 9 ആണ് ടൈമിംഗ്. മോർണിംഗിൽ അതേപോലെ ജോഗിങ്ങിന് ഉള്ളവർക്ക് മോർണിംഗ് ടൈമിൽ വരാം. കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 12 to 9 ആണ്. നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ആണ് ഇതിനകത്തുള്ളത്. കാരണം കുട്ടികൾ നന്നായിട്ട്, പ്രത്യേകിച്ച് ഈ വെള്ളത്തിൻ്റെ ഒരു ലഭ്യതയും കൂടെ ഉണ്ട്. കോൾഡ് വാട്ടറോ നോർമൽ വാട്ടറോ വേണമെന്നുണ്ടെങ്കിൽ സമയം പോലെ നമ്മൾക്ക് അതാത് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ഫിൽറ്റേർഡ് വാട്ടറാണ് കിട്ടുന്നത്. ഇതുണ്ട്, ഈ ഒരു ഏരിയയിൽ സൈക്ലിംഗ് ഏരിയയാണ് ഈ കാണുന്നത്. നമുക്ക് അഡൽട്ട്സിനുള്ള സൈക്കിളും ഉണ്ട്, പിന്നെ ഇച്ചിരി മുതിർന്ന കുട്ടികൾക്കുള്ള സൈക്കിളുണ്ട്. ഇങ്ങനെ നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. നമ്മളുടെ കുട്ടികൾ എക്സ്പ്ലോർ ആവുന്നതാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ റേസ് ചെയ്യുന്നത് പോലെ തന്നെ ഇവർ റേസ് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിക്ക് ബ്രേക്ക്, അല്ല റിവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ മുതിർന്ന കുട്ടികളുടെ 2 വീലർ, സൈക്കിള്. അവിടെ ഹെൽമെറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ റാഷ് ഡ്രൈവിംഗ് ആണ്. ഇവിടെ കണ്ടോ, ഞാൻ പറഞ്ഞ സിഗ്നലാണ് ആ കാണുന്നത്. ഈ 2 സിഗ്നൽ പോസ്റ്റുകൾ കണ്ടോ. ഇവിടെ ഇവർ സിഗ്നൽ ലൈറ്റ് കണ്ടിട്ട് അതനുസരിച്ച് അവർ സ്റ്റോപ്പ് ചെയ്യുകയും ലൈറ്റ് അനുസരിച്ച് അവർ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ നീങ്ങാനും, അതേപോലെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പഠിച്ചു പോകുന്ന ഒരു അവസരമാണ്. ഇത് കണ്ടോ, സിഗ്നൽ കണ്ടു നിർത്തി, ഇനി അടുത്ത ആളും വരുമ്പോഴത്തേന് സിഗ്നൽ മാറിക്കഴിയുമ്പോൾ അവർ പോകുന്നതാണ്. ഇത് അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു വെറൈറ്റിയാണ്. ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞ പോലത്തെ സൈക്ലിംഗ്. അതായത് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്ക് ഹെൽമെറ്റ് ഉൾപ്പെടെ സൈക്ലിംഗ് ഉണ്ട്. ഇവിടെ കണ്ടുവന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, 1 സീറ്റർ ഉണ്ട്, 2 സീറ്റർ ഉണ്ട്, 4 സീറ്റർ സൈക്ലിംഗ് ഉണ്ട്.
1 സീറ്ററാണ് ആദ്യം കണ്ടത്. ഇത് 2 സീറ്റർ സൈക്ലിംഗ് ആണ്. 2 സീറ്റർ സൈക്ലിങ്ങിൽ നമുക്ക് കുട്ടികളെ പുറകിലിരുത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ ചെയ്യാം. അതേപോലെ ഫാമിലിക്ക് ഒന്നിച്ച് പോകാനായിട്ട് 4 സീറ്റർ സൈക്ലിങ്ങും ഉണ്ട്. അതിൽ 2 പേർക്ക് പെഡൽ ചവിട്ടുന്ന രീതിയിൽ മുന്നിൽ 2 കുട്ടികളും പുറകിൽ മുതിർന്ന 2 പേരും ചവിട്ടുന്ന രീതിയിലാണ് ആ സൈക്ലിംഗ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് പല കാറ്റഗറി, പല വെറൈറ്റിയിലുള്ള ആളുകൾക്ക്, അതായത് പല ഏജ് ഗ്രൂപ്പിന് പറ്റുന്ന രീതിയിലുള്ള സൈക്ലിംഗ് വിത്ത് ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മളുടെ ആ ടിക്കറ്റ്, ഇപ്പം ഞങ്ങൾ വന്നപ്പം ന്യൂ ഇയറിന് വന്നപ്പോൾ 280 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ ടിക്കറ്റിന്. നോർമലി ഹോളിഡേയ്സിന് 360 മറ്റോ ആണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ടിക്കറ്റിനകത്ത് ഈ സൈക്ലിംഗ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്, ഫ്രീ ആണ്. അല്ലാതെ സൈക്ലിങ്ങിന് നമ്മൾ സെപ്പറേറ്റ് ചാർജസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇങ്ങനെ കുറേ, അതായത് നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് ചിറ്റിലപ്പള്ളി സ്ക്വയർ സെർച്ച് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇതാണ് നമ്മളുടെ ജിം ഏരിയ ഞാൻ പറഞ്ഞത്. ജിം ഏരിയയിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ജിമ്മും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളിപ്പം കുട്ടികളെ നമ്മൾ കളിക്കാൻ വിട്ടിട്ട്, ഇതും ഫ്രീ ആണ്. നമ്മളുടെ ആ ഒരു ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇതിൻ്റെ ചാർജസ്. അപ്പം കുട്ടികളെ ഈ ഒരു സെക്ഷൻ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കളിക്കുന്ന സെക്ഷനാണ് ആ കാണുന്ന കളർഫുള്ളായിട്ടുള്ള ഏരിയ. അവിടെ കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് പേരൻസിന് വേണമെങ്കിൽ ആ ടൈമിൽ ജിമ്മ് എക്സസൈസ് ചെയ്യാം. പിന്നെ അതേപോലെ ഇവർക്ക് മോർണിംഗിൽ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് ജിമ്മിനുള്ള ഒരു ഓഫറുകളുണ്ട്. അതായത് രാവിലെ വന്ന് ഒരു 9 മണിയോ 10 മണി വരെ എങ്ങാണ്ട് അവർക്ക് ജിം ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതിന് പ്രത്യേകം മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പോലത്തെ ഓപ്ഷനുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ എല്ലാ ദിവസവും വന്ന് ജിം ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾക്ക് കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സേഫായിട്ടുള്ള എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ട്രാംപോലിൻ്റെ സ്പേസ് ഉണ്ട്. അതും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ളതാണ് ആ ട്രാംപോലിനും. അതെല്ലാം ഒരു റൂഫിനടിയിലാണ് വരുന്നത്. അതായത് പേരൻസിന് കുട്ടികളെ നോക്കുകയും ചെയ്യാം, സെയിം ടൈമിൽ ജിമ്മിൽ എക്സസൈസ് ചെയ്യുകയും ചെയ്യാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നീടുള്ളത്, നമ്മളിതാ ഉച്ചയായി ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മളുടെ ഓപ്പൺ സ്ക്വയർ ഹാളുള്ളത്. അവിടെ കല്യാണങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് അങ്ങനെയൊക്കെ നടത്താറുണ്ട്. ഇതാ ഞങ്ങൾ ഫാമിലിയായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. നമ്മൾക്കപ്പോൾ അവിടെ അതിൻ്റെ ആ ഒരു സീനറി എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ്. ഗ്രീനറി, ഇപ്പോൾ രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പം കുറച്ചുകൂടെ നല്ല രസമായിരിക്കും അത് കാണാനായിട്ട്. ഇതാ റെസ്റ്റോറൻറ്റ് ഉൾവശം. ഇവിടെ നിന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ റൂം ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഡ്യൂലക്സ്, അതേപോലെ 8 ബെഡ് ഷീറ്റ്, അങ്ങനെ പല രീതിയിലുള്ള റൂംസ് അവൈലബിൾ ആണ്. എ സി റൂംസാണ്. അതേപോലെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഈ റെസ്റ്റോറൻറ്റിലും വന്ന് കഴിക്കാം. അതേപോലെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ റൂംസ് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് സ്വിമ്മിംഗ് പൂളും അതിനോടൊപ്പം ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞു. കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഭക്ഷണം കഴിച്ച് ഉടനെ പോകണ്ട, ട്രാംപോളിനിൽ കുറച്ച് നേരം ജമ്പ് ചെയ്ത് എക്സസൈസൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തെത്തി. സ്വിമ്മിംഗ് പൂളിൽ അത്യാവശ്യം, അതായത് 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കൊച്ചു കുട്ടികൾക്കുള്ളതുണ്ട്, അതിനേക്കാൾ വലുത്, പിന്നെ ഫാമിലി, അങ്ങനെ 3 സെക്ഷനായിട്ടാണ് സ്വിമ്മിംഗ് പൂൾ തിരിച്ചിരിക്കുന്നത്. ഫാമിലി ഒന്നിച്ച് തന്നെ ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ രാത്രിയായി. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റു പല കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോൺ ഡെഡായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറയാം. നമ്മൾ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, പിന്നെ ബ്രേക്ക് ഡാൻസ്, അതേപോലെ മ്യൂസിക് സിസ്റ്റം, മ്യൂസിക്കൽ ചെയർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. ഹോഴ്സ് റൈഡിങ് കഴിഞ്ഞു. ഹോഴ്സ് റൈഡിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന ആ ഒരു രാത്രിയിലത്തെ ആ ഒരു വ്യൂ ആണ് ഈ കാണിക്കുന്നത്. റോഡിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ആ 2 സൈഡിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളുമാണ്. അപ്പം കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇടയ്ക്ക് ചായ കുടിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോയി. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്തു ഹോഴ്സ് റൈഡിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വരണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഹാപ്പി ന്യൂ ഇയർ.